നമ്മൾ നിൽക്കുന്നത് ഗുജറാത്ത് ഗാന്ധിനഗറിൽ നിന്ന് അംബാജിക്കുള്ള റോഡിലാണ്. അംബാജിക്കുള്ള റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുൻപ് വർഷങ്ങളായിട്ട് ധർണയിരുന്നൊരു സഹോദരനുണ്ട്, വിവേകം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുവാനിടയായി. എൻ്റെ സഹോദരൻ ശ്രീജീവനെ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. വേണ്ടി സെക്രട്ടേറിയറ്റ് മുമ്പിൽ വർഷങ്ങളോളം താൻ ധർണയിരുന്നു, സമരം ചെയ്തു. അതിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കാത്ത മുഖാന്തരം അതിനൊരു പ്രതിഷേധം എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ ഡൽഹി വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നാണ് പോകുന്നത്. ജസ്റ്റിസ് ഫോർ ശ്രീജീവ് എന്ന പേരിൽ അദ്ദേഹത്തെ വഴിക്കേശി കാണാനിടയായി. വഴിക്കേശി കണ്ട് ഞങ്ങളൊരിക്കൽ അദ്ദേഹത്തെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരിക്കൽ പോയി കാണുകയുണ്ടായി. എൻ്റെ സഹോദരൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതിനായി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ്. കാണാം അനേക സെലിബ്രിറ്റീസ്, ടൊവിനോ, അതേപോലെ പൃഥ്വിരാജ്, അതേപോലെയുള്ള മാല പാർവതി, അങ്ങനെ നമ്മുടെ പാർവതി തിരുവോത്, അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ ഇവർക്ക് ആദ്യ ദിവസങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് കാണാം. ഞാൻ ശ്രീജിത്താണ്. അവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ സമരമായിട്ടൊക്കെ നിന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ്, ഗുജറാത്തിലാണ്. ഗുജറാത്ത് അഹമ്മദാബാദൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് അവിടെ നിന്ന് ഏതാണ്ട് 2000-ലധികം കിലോമീറ്ററുകൾ കഴിഞ്ഞ് ഗുജറാത്തിൽ ഡൽഹിയിലോട്ട് പോകുന്ന ഒരു വഴിക്ക് വെച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു കാൽനട പ്രതിഷേധമാണ്. ഈ രീതിയിൽ നടത്താനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ അവിടെ രാഷ്ട്രീയമായ ആളുകളുടെ, പോലീസുകാരുടെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള ഉപദ്രവം, പല രീതിയിലുള്ള ദ്രോഹങ്ങൾ, അവിടെയുള്ള കോടതികൾ ഇവർ ചെയ്യുന്ന തെറ്റിന്, അവരുടെ അനീതികൾക്ക് കോടതി ഉൾപ്പെടെ കൂട്ടുനിൽക്കുക, മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുക. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ ഒറ്റപ്പെടുത്തി നശിപ്പിക്കുന്നതിന് സമാനമായ ഒരു പ്രവൃത്തി. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊരു പ്രതിഷേധം നമ്മളെക്കൊണ്ട് പറ്റുന്നവരവ് ഇതിപ്പം ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ള മലയാളികൾ ആയിട്ടുള്ള ഒരുപക്ഷെ ആൾക്കാർക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. മറ്റുള്ള ആർക്കും ഇത് എന്താ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധമായി ഡൽഹിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ അടുത്ത് സുപ്രീം കോടതിയിൽ ഈ നമ്മുടെ സഹോദരൻ്റെ ഒരു കൊലപാതക കേസാണ്. ഈ കേസിൻ്റെ അടുത്ത നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടുന്ന വഴികൾ എന്തെങ്കിലും നോക്കുന്നതിന് വേണ്ടിയാണ്. ഇത് പല അന്വേഷണങ്ങളും പറഞ്ഞ് CBI അന്വേഷണം പറഞ്ഞു. എന്നിട്ട് നേരായ അന്വേഷണമോ നമ്മുടെ നിയമപരമായ കാര്യങ്ങളോ ചെയ്യാതെ ഇത് മൊത്തം അട്ടിമറിച്ച് മുക്കി ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് പ്രമോഷൻ വരെ കൊടുത്തു. എന്നിട്ട് നമ്മൾ കേസിൻ്റെ പുറകിൽ നിന്ന് മാറാത്തത് കൊണ്ട് പല ഇവർ എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ കൊണ്ടാണ് ഈ രീതിയിലൊരു പ്രതിഷേധമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത് ഡൽഹിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നടന്ന് ഇനി ഡൽഹിക്ക് ഏതാണ്ട് 800 കിലോമീറ്റർ, ഒരു ദിവസം കുറച്ച് ദിവസത്തിനകത്ത് ഡൽഹിയിലോട്ട് എത്തും. അപ്പോൾ അവിടെ പോയിട്ട് ഈ കേസിൻ്റെ ഏതെങ്കിലും സോഷ്യൽ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് കേസിൻ്റെ അടുത്ത നിയമപരമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ നിന്ന് വരാനുള്ളതാണ് അവിടുത്തെ ഭയങ്കരമായ ഉപദ്രവം, അവിടുത്തെ രാഷ്ട്രീയമായ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഇന്ന പാർട്ടി എന്ന് എടുത്തു പറയുന്നില്ല. ഒരാൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ കണ്ണടയ്ക്കുക, മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകൾ കണ്ണടയ്ക്കുക, അതിന് കൂട്ടുനിൽക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് നടക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കാൻ, അവിടെയുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുക. അപ്പം അതുകൊണ്ടിപ്പോൾ അവിടെ നിന്ന് നടന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് അഹമ്മദാബാദൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സ്വന്തം സഹോദരന് നീതി ലഭിക്കുന്നതിന് വേണ്ടി താൻ കേരളത്തിൽ നിന്ന് നടന്ന്
ഡൽഹിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ഗുജറാത്തിൽ വെച്ച് കാണുവാനിടയായി. തൻ്റെ സഹോദരനോടുള്ള സ്നേഹം നിമിത്തം താൻ ഇത്രയും തൻ്റെ എന്താ പറയുന്ന ഭാവി പോലും താൻ സാക്രിഫൈസ് ചെയ്ത് വർഷങ്ങളോളം താൻ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെയും ധർണയൊക്കെ ഇരുന്നു. ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു. വലിയൊരു അനീതി പ്രശ്നമെന്ന് പറയുന്നത്, സാധാരണ മനുഷ്യരിൽ തെറ്റ് നമുക്ക് സംഭവിക്കാം, സ്വാഭാവികമായിട്ട് തെറ്റ് സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ തെറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഇവർ രഹസ്യമായി സംരക്ഷിക്കുന്നു. ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ളത് അവർക്ക് അനീതി, തെറ്റെന്ന് പറയുമ്പോൾ അനീതി ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഇവർ രഹസ്യമായി സംരക്ഷിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഇവരെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ഇത്രയും കുറേ വർഷങ്ങളായിട്ടൊക്കെ നമ്മളിങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവരെല്ലാം കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് പൊതുസമൂഹത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇരകളാവുന്ന ആളുകളെയും പൊതുസമൂഹത്തെയും ഇവർ പറ്റിക്കുന്നു. ഈ ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ചേർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇരകളാവുന്ന ആളുകളെയും പൊതുസമൂഹത്തെയും പറ്റിക്കുന്നു. അനീതികൾ മനുഷ്യരെ ദ്രോഹിക്കുന്നതിന് വേണ്ടുന്ന, അല്ലെങ്കിൽ മനുഷ്യരോട് അനീതി ചെയ്യുവാനുള്ള താല്പര്യങ്ങൾ ഇവർ രഹസ്യമായി സംരക്ഷിക്കുന്നു. അതൊക്കെയാണ് ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ യാത്ര സഫലമായി തീരട്ടെ, നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ. നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്നും വിശ്വസിക്കുന്ന അനേകരുണ്ട്. അവർക്കൊക്കെയും വീണ്ടും ഒരു ഊർജ്ജമായി തീരട്ടെ, നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളിപ്പോൾ വഴിയാത്രയിൽ കണ്ടു. നിങ്ങൾ ദൂരെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. ഞാൻ അങ്ങനെ സാറിനോട് പറഞ്ഞ് നമ്മുടെ പരിചയമുള്ള ആളാണ്, അങ്ങനെ വണ്ടി നിർത്തി കാണാൻ സാധിച്ചു. എന്തായാലും എല്ലാ ആശംസകളും, നിങ്ങൾക്ക് പൂർണ്ണമായി നീതി ലഭിക്കട്ടെ. സഹോദരനുള്ള സ്നേഹം നിമിത്തം നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വ്യർത്ഥമാകത്തില്ല. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നീതി ലഭിക്കും.